അദാനി വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% ഓഹരികൾ, അതായത് 13,220 കോടി രൂപയുടെ ഓഹരികൾ ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് MSC കൈമാറുന്നതിന് നീക്കം നടക്കുകയാണ്. അത് അദാനി ഗ്രൂപ്പ് തന്നെ വെളിപ്പെടുത്തിയതാണ്. ഇതെന്തോ ഒരു വലിയ വിദേശ നിക്ഷേപം ഇവിടെ വരികയാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ ചിലർ പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദാനി ഗ്രൂപ്പിന് അവരുടെ ഓഹരി കൈമാറ്റത്തിലൂടെ ലാഭമുണ്ടാക്കാനുള്ള ഒരു ഇടപാടാണ് ഇതാദ്യം. അത് പ്രത്യേകം കാണണം. നമ്മുടെ കൺസെഷൻ എഗ്രിമെൻ്റ് പ്രകാരം 25% കൂടുതൽ ഓഹരി കൈമാറ്റം നടക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. ശ്രദ്ധിക്കണം കേട്ടോ, സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. ക്ലോസ് 5(3) പ്രകാരം അത്തരമൊരു കൈമാറ്റത്തിന് കേരള സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ മുൻകൂർ അനുമതി ലഭ്യമാക്കാതെ സ്വന്തം നിലയിൽ നടത്തിയ ഓഹരി ഇടപാട് നിയമവിരുദ്ധമാണ്, കരാർ ലംഘനമാണ്. ഇവിടെ ഈ പറയുന്ന ഉടമസ്ഥാവകാശത്തിലുള്ള മാറ്റം സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്ന് ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. ഇന്നലെ വ്യക്തമാക്കിയത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ നിൽക്കുന്നില്ലത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അദാനി ഗ്രൂപ്പിൻ്റെ ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ അറിവോടുകൂടിയുള്ളതാണോ? കരാറിന് വിരുദ്ധമായ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത്തരമൊരു നടപടിക്കെതിരെ സർക്കാർ ഏതു തരത്തിലുള്ള നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ല ഈ തീരുമാനമെന്ന് അദ്ദേഹം ഇന്നലെ നിയമസഭയിൽ പറയുകയുണ്ടായി. പക്ഷേ അദാനി പോർട്ടിൻ്റെ അധികൃതർ സർക്കാരിനെ ഇത് അറിയിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം രഹസ്യമാക്കി വെച്ചത് എന്തിനാണ്? അത് വസ്തുതയാണോ? ഇവിടെ വേറൊരു കാര്യം, അദാനി പോർട്ട് സെബിക്ക് കൊടുത്ത ഒരപേക്ഷയുണ്ട്. അതിലവർ പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. വിത്ത് റെഫറൻസ് ടു ദ captioned subject, we would like to inform you that the company has entered into share purchase and subscription agreement on June 29th, 2026 with Mundi Limited, bracket Mundi, pursuant to which Mundi will invest for 49% interest in അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ അവരെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതിയോടെ മാത്രം ആലോചിക്കാൻ കഴിയുന്നൊരു കാര്യത്തിൽ അവിടെയുള്ള അദാനി കമ്പനിക്ക് ഇത്ര ധൈര്യമായി കാര്യങ്ങൾ നീക്കാൻ പറ്റിയത്? ദാറ്റ് ദ കമ്പനി ഹാസ് എൻറ്റേർഡ് into share purchase and subscription agreement on June 29th. അപ്പോൾ അവരുമായിട്ട് എഗ്രിമെൻ്റ് ഒപ്പിട്ട് കഴിഞ്ഞു. അതിനുള്ള ധൈര്യം സാധാരണഗതിയിൽ കൺസെഷനായ അദാനി ഗ്രൂപ്പിന് കിട്ടുമോ? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് പറയുന്നിടത്ത് ആ അനുമതി ഇല്ലാതെ ഇത്തരമൊരു നീക്കത്തിന് അവർക്കെങ്ങനെ ധൈര്യം കിട്ടി? അവിടെയാണ് വ്യക്തത ഉണ്ടാകേണ്ടത്. കൂടുതൽ വ്യക്തത ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണത്. ഇവിടെ കരാറിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല.
ഇപ്പൊ സർക്കാർ